ഇവിടെ ഇപ്പോൾ കണക്കിൻ്റെ കാര്യം ചൂണ്ടിക്കാണിച്ചു. 218 എന്നുള്ളതാണ് ഞാൻ ഇവിടേക്ക് വരുമ്പോൾ കാണാതായ ആളുകളുടെ സംഖ്യ. അത് തന്നെ ആയിരിക്കുമോ? അങ്ങനെ തോന്നുന്നുണ്ടോ? കണക്ക് ഞങ്ങൾ സഹദ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാവരും കൂടി ചേർന്ന് കണക്കുകൾ എടുക്കുന്നുണ്ട്. നമ്മളുടെ ആ ലൊക്കേഷനിലുള്ള ആളുകൾ കണക്കെടുക്കൽ നല്ല രീതിയിൽ ഇന്ന് പുരോഗമിക്കുന്നുണ്ട്. പക്ഷേ അന്യസംസ്ഥാനത്ത് നിന്ന് വന്ന തൊഴിലാളികളുടെ കാര്യത്തിൽ നമുക്കൊരു ചെറിയ അവ്യക്തതയുണ്ട്. അതില്ല എന്ന് ഞാൻ പറയുന്നത് ശരിയല്ല. പിന്നെ ടൂറിസവുമായി ബന്ധപ്പെട്ട് ആരെങ്കിലും ഹോം സ്റ്റേകളിലും റിസോർട്ടുകളിലും താമസിച്ച ആളുകളുടെ മിസ്സിങ്ങിൻ്റെ ഭാഗമായുള്ള ഒരു പ്രതിസന്ധി കൂടിയുണ്ട്. കാരണം ഇപ്പോൾ ടൂറിസ്റ്റിൻ്റെ ആ ഹോം സ്റ്റേയുടെ ഓണർ ചിലപ്പോൾ ഉണ്ടാവും, പക്ഷെ അവിടുത്തെ മാനേജറില്ല, അവിടുത്തെ രജിസ്റ്റർ ബുക്ക് ഇല്ല. അപ്പോൾ ആരോടത് ചോദിക്കും എന്നുള്ളൊരു പ്രശ്നം അലട്ടുന്നുണ്ട്. ഇപ്പം എല്ലാം ഓണർ അറിഞ്ഞിട്ടുണ്ടാവണമെന്നില്ല. അപ്പോൾ ആ കണക്കിൻ്റെ ഒരു അവ്യക്തത ഈ ഒരു നാളെ രാവിലത്തോടു കൂടി പരമാവധി നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുമെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അതുകൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ആളുകൾക്ക് വേണ്ടി ഇനിയിപ്പോൾ ഇവരോട് എന്ത് പറയുമെന്നുള്ളൊരു പ്രശ്നമുണ്ട്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അന്ന് വിളിച്ച എന്നെ പാതി വഴി വരെ എന്നെ വിളിച്ച ആൾ എന്ന് പറയുന്നത് ഞങ്ങളുടെ ഫോണിലുണ്ടായിരുന്ന ആളുടെ പേര് നീതു എന്നാണ്. ഇന്ന് വൈകുന്നേരമാണ് നീതുവിൻ്റെ ബോഡി. ഞങ്ങൾ പുത്തുമല എത്തുന്നവരെ നീതു ഞങ്ങളുടെ ഫോണിലുണ്ട്, പിന്നെ ഞങ്ങൾക്ക് കിട്ടുന്നില്ല. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും റേഞ്ച് പോയതാണ്. പക്ഷെ ഇന്ന് ഞങ്ങൾ ജോജോ ചോദിക്കുന്നൊരു ചോദ്യം ഉണ്ടല്ലോ, നിങ്ങളൊക്കെ ഉണ്ടായി നമ്മൾ ആ ഒരു നിസ്സഹായ അവസ്ഥ. പക്ഷേ തിരിച്ചു കൊണ്ടുവരണം ഇവർ. പക്ഷെ തിരിച്ചു കൊണ്ടുവരുന്നത് മര്യാദയിലൂടെയും മാന്യതയോടുകൂടിയും സ്നേഹത്തോടു കൂടി അവർ തിരിച്ചു കൊണ്ടുവരും. ഇവരെ ഈ കാണുന്ന ആളും ബഹളവും ഒക്കെ ഒഴിയും, ആരവവും ഒഴിയും. ഇത് പുത്തുമലയുടെ അനുഭവത്തിലാണ്. ഇവർ മാത്രം ഒറ്റപ്പെട്ട് നിൽക്കുന്നൊരവസ്ഥ വരും. അങ്ങനെ ഒറ്റപ്പെട്ട് നിൽക്കുന്ന അവസ്ഥയിൽ ആരും ഇല്ലാത്ത മക്കളുണ്ട് കുറേ പ്രായമായ ആളുകൾ. ഞാൻ ഒരിക്കലും അവരെ ക്യാമ്പിലേക്ക് പോയിട്ടില്ല. ഞാനിപ്പോഴും ആ ക്യാമ്പിൻ്റെ ഫസ്റ്റ് ഫ്ലോറിൻ്റെ അപ്പുറത്തേക്ക് ഞാൻ ക്യാമ്പ് പോകുന്നില്ല. അവരെ കാണാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ഹോസ്പിറ്റലിലും പോയിട്ടൊന്നുമില്ല. പക്ഷേ ആ കുട്ടികളും ആ സ്കൂളും ആ നാട്ടുകാരും, ഈ ഷെഫീഖ് നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ജില്ലാ പഞ്ചായത്തിൽ വന്നിട്ട് ആദ്യത്തെ എൻ്റെ ഇനീഷ്യേറ്റീവ് ആ പുഞ്ചിരിമട്ടം പാലമാണ്. ഇവരുടെ നിരന്തരമായി പ്രഷർ ചെയ്യും. അതിന് ഞങ്ങളത് ഒരു വലിയ പിന്നെ ഒരു ആന വന്നതൊക്കെ ഞങ്ങളവിടെ പോയിട്ടുണ്ടൊരു ബന്ധം. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഇതുണ്ട്. പക്ഷേ ഇവരെ തിരിച്ചു കൊണ്ടുവരാൻ എല്ലാവരും ഇപ്പോൾ വലിയ ആളുകൾ നമ്മളെ സഹായിക്കുന്നുണ്ട്. വീട് കൊടുക്കണം. ഇവരുടെ ഇനി നമ്മൾ ക്യാമ്പിൽ നിന്ന് ഇവരെ മാറ്റുന്നൊരു സാഹചര്യം വരും. ക്യാമ്പ് ഇപ്പോൾ സ്കൂളുകളിൽ നിന്ന് ഇവരെ നമ്മൾ വാടക വീടുകളിലേക്ക് മാറ്റേണ്ട ഒരു സാഹചര്യം വരും. അവിടേക്ക് പോകാൻ ഇവരുടെ അടുത്തൊന്നുമില്ല. വെറുതെ വന്നവർ അങ്ങനെ പോകണം. അപ്പോൾ അവർക്ക് എല്ലാ കൊടുത്തുകൊണ്ട് അവർക്ക് പറ്റുന്നൊരു സ്ഥലം കണ്ടെത്തി വളരെ നല്ല രീതിയിൽ അവരെ ക്യാമ്പുകളിൽ നിന്ന് വാടക വീട്ടിലേക്ക് മാറ്റണം. ആ വാടക കൊടുക്കാൻ അവർക്ക് തർക്കം ഉണ്ടാവരുത്. കാരണം ഇതൊക്കെ ഞങ്ങൾ അനുഭവിച്ച കാര്യങ്ങളാണ്. ആ തർക്കം ഉണ്ടാകും, ഇറക്കി വിടുമെന്ന് പറയും, ആരെ വിളിക്കുമെന്ന് ചോദിച്ചു, അതൊന്നും ഇല്ലാതെ വളരെ നല്ല രീതിയിൽ അവരെ വാടക വീട്ടിലാക്കി അവർക്ക് എത്രയും പെട്ടെന്ന് അവർ എടുത്തൊരു വീടുണ്ട്. ഇപ്പോൾ വൈശാഖ് ഉണ്ട്. വൈശാഖിൻ്റെ വീട്ടിൽ കൂടുതൽ കഴിഞ്ഞിട്ട് 2 മാസമാണ്. വൈശാഖ് എനിക്കൊരു ഫോട്ടോ അയച്ചു തന്നത് വീട്ടിൽ കൂടുതലുള്ള ആ വീടും ഇപ്പോൾ അവിടെ ഒന്നുമില്ലാത്തൊരു വീടും. അവൻ പറഞ്ഞൊന്നും കണ്ടാൽ മതിയായിരുന്നു എന്നുള്ള. അപ്പം അങ്ങനെ കുറേ ആളുകളുണ്ട്. അപ്പോൾ അവരെ തിരിച്ചു കൊണ്ടുവരും. പക്ഷെ ഞാൻ ഇപ്പോഴും അഭിലാഷിനോട് പറയുന്നു, ഈ നാട്ടിൽ ഞാൻ പരിചയപ്പെട്ടതിലും ഇടപെട്ടതിലും ഇത്രയും സ്നേഹമുള്ള ആളുകൾ നിങ്ങൾക്ക് മുണ്ടക്കയിലും ചൂരൽമലയിലും കാണാം. ഒരിക്കൽ പോയാൽ നിങ്ങൾക്ക് വീണ്ടും പോകാൻ തോന്നും. അവരോടുള്ള സൗഹൃദം ഉണ്ടാക്കാൻ തോന്നും. ആ സ്കൂൾ അങ്ങനെ നിലനിർത്താൻ തോന്നും. അതിൻ്റെ ഗ്രൗണ്ട്, അതിൻ്റെ പുഴയിലെ ഫോട്ടോ എടുത്തത്, അങ്ങനെ കുറേ ഓർമ്മ ആ സ്ഥലത്തുണ്ട്. പക്ഷേ ഇപ്പോഴും ഞാൻ സ്കൂള് ആരിസ് പറഞ്ഞ പോലെ ആ ബിൽഡിങ്ങാണ് കുറേ ജീവനെങ്കിലും രക്ഷിച്ചിട്ടുണ്ട് ആ നാട്ടിലെ കുറേ ആളുകളുടെ. അപ്പോഴും ആ സ്കൂൾ തന്നെയാണ് അവരെയും പ്രൊട്ടക്റ്റ് ചെയ്തത്. ആ സ്കൂളിൽ ഉണ്ടായിരുന്ന ആളുകൾ, ഞങ്ങൾ പുഞ്ചിരിമട്ടത്ത് നിന്ന് കൊണ്ടുവന്ന ആളുകൾ ഓടിക്കേറിയിട്ടുണ്ട്. അപ്പോൾ അതെ, അവർ രക്ഷപ്പെട്ടു. അപ്പോൾ അവിടെയും രക്ഷിച്ചത് ആ സ്കൂളാണ്. പക്ഷെ എല്ലാവരും രക്ഷിച്ചത് ആ സ്കൂളാണ്. പക്ഷെ ആ സ്കൂളിലെ കുട്ടികളെ മാത്രം രക്ഷിക്കുന്ന കാര്യത്തിൽ സ്കൂൾ ഉണ്ടായില്ല.